നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താമസ സൗകര്യത്തിന് ചുറ്റും കുളിർമ നിറഞ്ഞ ഒരു പച്ചപ്പ് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എന്നാൽ നഗരത്തിലെ പരിമിതി മൂലം, സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതി മൂലം പലരുടെയും സ്വപ്നത്തിന് ഇത് വിഘാതമാകുന്നു. ആ സ്വപ്നത്തിലേക്ക് ഒരു കുഞ്ഞൻ ജാലകം തുറക്കുകയാണ് ടെറേറിയവും പാലുഡേറിയവും. ചില്ലു ഭരണിക്കുള്ളിൽ ഈ കുഞ്ഞൻ ഉദ്യാനം ഒരുക്കി സ്വന്തം സംരംഭം, അതും അതിമനോഹരമായൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ മെർലിൻ എന്ന വീട്ടമ്മ. അതായത് വേണമെങ്കിൽ ഇനി കുഞ്ഞൻ അരുവികളും ചെറിയ ഉദ്യാനവുമൊക്കെ സ്വന്തം വീടിൻ്റെ സ്വീകരണ മുറിയിലേക്ക് വരും. അതിമനോഹരങ്ങളായ കാടുകൾ, ചെറുസസ്യങ്ങൾ, ഉദ്യാനങ്ങൾ, കടൽക്കര, പുൽമേടുകൾ, അങ്ങനെ പ്രകൃതിയിലെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ ഒരു ചെറിയ ചില്ലുകുപ്പിയിൽ വീട്ടിൽ വെക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എപ്പോഴും അത് കാണാനും പരിചരിക്കാനും ഒക്കെ അവസരം കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുണ്ടാകില്ല. അതാണ് ടെറേറിയം. കൊച്ചിയിൽ താമസമാക്കിയിരിക്കുന്ന മെർലിനാണ് ടെറേറിയങ്ങൾ ഉണ്ടാക്കി അതിലെ ബിസിനസ് സാധ്യത തിരിച്ചറിഞ്ഞ് സ്വന്തമായി സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ടെറേറിയംസ് ഇപ്പം നമ്മൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നമുക്ക് നേച്ചർ, ഇപ്പം വീടുകളാണെങ്കിൽ എല്ലാം ചെടികൾ സ്പേസ് ഇല്ല വെക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പം നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. അത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റാത്തത് ഈ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ, അത് ചെറുതാകാം വലുതാകാം ഏത് സൈസ് വേണേലാകാം, അതിനകത്ത് നമ്മളൊരു തീം പോലെ അല്ലെങ്കിൽ നേച്ചർ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു നേച്ചർ, അത് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. എന്നാൽ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ചെടികളും വീട് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ വേണേലും, കാടായാലും ഇങ്ങനെ നദിയൊക്കെ ഒഴുകുന്ന പോലെ അതെല്ലാം കാണിക്കാൻ ഒരു ചെറിയ മിനിയേച്ചർ വേർഷനാണ്. പാലുഡേറിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അക്വേറിയത്തിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയാം. പാലുഡേറിയം എന്ന് പറയുന്നത് നമുക്ക് ചെടികളും ഉണ്ട്, ഫിഷും ഉണ്ട്. ടെറേറിയം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് നീങ്ങിയതാണ് പാലുഡേറിയം. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ജസ്റ്റ് 2 ടൈപ്പ്. ഒന്ന് നമുക്ക് ക്ലോസ്ഡ് ടെറേറിയമാണ്, പിന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ടെറേറിയംസ് ആണ്. ക്ലോസ്ഡ് എന്ന് പറയുമ്പം ഇതൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെല്ലാം സാധാരണ പോലെ വെള്ളം വേണം, ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് അടച്ചു വെച്ചാൽ ഒരു 1 വീക്ക് കഴിയുമ്പോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പുറത്ത് കാണുന്ന വെള്ളം മുകളിലേക്ക് അതിൻ്റെ ഇവോപ്പറേഷൻ നടക്കുന്നു, സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഇവോപ്പറേഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് മുകളിൽ അത് വന്ന് കണ്ടൻസ് ചെയ്ത് മഴ പോലെ വരുന്നു. ആ സെയിം സിസ്റ്റമാണ് നമുക്ക് ടെറേറിയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം മാസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും വെള്ളം കുറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാതെ നമുക്ക് ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും പോവുകയും ചെയ്യാം. അതേസമയം ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ ചൂടിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെറുപ്പം മുതലേ ചെടികളോട് മെർലിന് വലിയ താല്പര്യമുണ്ട്. മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സർക്കാർ സർവീസിലും മറ്റുമാണ് ജോലി ചെയ്തിരുന്നത്. എങ്കിലും കൃഷിയിൽ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. ആ അഭിരുചി മെർലിനും കിട്ടി. ചെറിയ ചെടികൾ വളർത്തി തുടങ്ങിയതിൽ നിന്നാണ് ടെറേറിയത്തിലേക്കും പാലുഡേറിയത്തിലേക്കുമൊക്കെ എത്തുന്നത്. ചില്ലുകൂടാരത്തിൽ വളരുന്ന ചെടികളുടെ ഭംഗിയും അതിനൊപ്പം വസ്തുക്കളും ചേർന്നതാണ് ടെറേറിയത്തെ മനോഹരമാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊടും ശൈത്യകാലത്ത് ചെടികളും മരങ്ങളും മഞ്ഞു മൂടിക്കിടക്കുന്ന സമയത്ത് ആകെ കാണാവുന്ന പച്ച തുരുത്താണിവ. കേരളത്തിലേക്ക് വന്നാൽ നഗരജീവിതത്തിനിടെ ചെറിയ പച്ചപ്പ് കാണാനും ആസ്വദിക്കാനും ടെറേറിയം കൊണ്ട് സാധിക്കുന്നു. 2 തരം ടെറേറിയമാണുള്ളത്. മൂടിയുള്ള ചില്ലുഭരണിയിൽ മുഴുവനായി അടച്ചുവെച്ച് സംരക്ഷിക്കുന്നവ, പാതി തുറന്ന പാത്രത്തിൽ ഒരുക്കുന്നവ. പൂർണ്ണമായും അടച്ചുവെക്കുന്ന ടെറേറിയത്തിനുള്ളിൽ ചൂടും ഈർപ്പവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവ പരിപാലിക്കുന്നതിനും ചില ബുദ്ധിമുട്ടുകളുണ്ട്. പൂർണ്ണമായി അടച്ച ടെറേറിയത്തിൽ കള്ളിമുൾ ചെടികൾ വളർത്താനാകില്ല. പാതി തുറന്നവയിൽ അധികമായി ഈർപ്പം തങ്ങി നിൽക്കുന്നില്ല. ഇവ കുറെ കൂടി എളുപ്പമാണ്. നമ്മൾ ഗ്ലാസ് ജാർസ് യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം, ഭയങ്കര ഒരുപാട് ഹൈ ക്വാളിറ്റി ടൈപ്പും ഉണ്ട്. ഏറ്റവും ലോ ആയിട്ട് നോർമൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പോലും നമുക്ക് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റ് വേണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് വെയിലത്ത് വെക്കാൻ പാടില്ല. ഇത് ലൈറ്റ് ഉണ്ടെങ്കിൽ പുറയിൽ കാണുന്ന പോലെ തന്നെ എല്ലാത്തിനും ഓരോ ലൈറ്റ്സ് കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളരും. ഉയരത്തിൽ വളരാത്തതും വലിയ ശുശ്രൂഷ വേണ്ടാത്തതുമായ അലങ്കാര ചെടികളാണ് ടെറേറിയത്തിന് അനുയോജ്യം. ഫിറ്റോണിയ, സിങ്കോണിയം, പന്നൽ ചെടികളായ വാങ്കിങ് ഫേൺ,
ടേബിൾ ഫേൺ, ബോസ്റ്റൺ ഫേൺ, സെക്കുലന്റ് ഇനങ്ങളായ അലോ, അഗേവ്, സാൻസിവീറിയ, ക്രിപ്റ്റാന്തസ്, ടില്ലാൻസിയ, പെപ്പറോമിയ, പൈലിയ, ലക്കി ബാംബു, അക്വേറിയം ചെടികളായ ലിംനോഫില്ല, ലെഡ്വിജിയ, റൊട്ടാല, അലങ്കാര കള്ളിമുൾ ചെടികളായ ഒപ്പൻഷിയ, മാരിലേറിയ, ഫെറോകാക്ടസ്, റിപ്സാലിസ് എന്നിവ ടെറേറിയത്തിൽ വളർത്താം. ടെറേറിയങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ ശ്രദ്ധ ആവശ്യമാണ്. അവ ഒരുക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ചെടികൾ വളരാൻ ആവശ്യമായ നിലമൊരുക്കുന്നതാണ് ആദ്യത്തെ കടമ്പ. നമ്മൾ ഫസ്റ്റ് ലെയർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒന്നിലേ നമുക്ക് സ്റ്റോൺസ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ക്ലേ പെബിൾസ് ഇടാം. ക്ലേ പെബിൾസ് ഇട്ടിട്ട് ഒരു ലെയർ നെറ്റ് എന്തെങ്കിലും ഇട്ടാൽ, കാരണം ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ആണെങ്കിൽ ഒരുപാട് വെള്ളമായാൽ സംഭവം എല്ലാം പോകും. നോർമൽ ചെടിയാണെങ്കിൽ പോലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോലെ. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടി, വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും അടിയിൽ ആ ഒരു ഡ്രെയിനേജ് ലെയർ എന്തായാലും വേണം. ഇപ്പോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ ക്ലേ പെബിൾസ്, അതിന് മുകളിൽ നെറ്റ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ചകിരിച്ചോറും നല്ല സോയിലും, ഒരുപാട് ഭയങ്കര ഗുണമുള്ള പോട്ടിംഗ് സോയിൽ ഇട്ടാലും പ്രശ്നമൊക്കെയാണ്, ഇത് ഭയങ്കരമായിട്ട് ഗ്രോത്ത് വരും. അപ്പോൾ നോർമൽ സോയിൽ ഇട്ടാൽ മതി. പിന്നെ അതിന് മുകളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മോസ് ശരിക്കും നമ്മുടെ ഭിത്തിയിലൊക്കെ ഉണ്ടാകുന്ന അത് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സസിലാക്കിയിട്ട് ഇതാക്കും, കുറച്ച് കൾട്ടിവേറ്റ് ചെയ്തെടുക്കും, പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കും. 53 വർഷം പഴക്കമുള്ള ടെറേറിയങ്ങൾ ലോകത്തുണ്ട്. നമ്മൾ പരിപാലിക്കുന്നത് പോലെയാണ് ഓരോ ടെറേറിയത്തിൻ്റെയും ആയുസ്. വെറും അരമണിക്കൂറിനുള്ളിൽ ചെറിയൊരു ടെറേറിയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് മൂന്നാറിലെ ഒരു നേച്ചർ കാണിക്കാൻ വേണ്ടി വെച്ചപ്പോൾ, അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാസ് വരുമ്പോൾ അത് നാച്ചുറൽ അല്ല. വീടൊക്കെ വെക്കുമ്പോൾ അതേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വെക്കുന്നത്. പോണ്ട് ചെയ്യുമ്പം റെസിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വെള്ളം ഒഴിച്ചാലും അതിനൊന്നും പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ അതവിടെ ഇങ്ങനെ ഒരു വാട്ടർ എഫക്റ്റേ ഉള്ളൂ. അത് ശരിക്കുള്ള പോണ്ടല്ല. പാലഡാറിയത്തിൽ നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ മീനിൻ്റെ വേസ്റ്റും പിന്നെ വെള്ളത്തിൻ്റെ ഒക്കെ ഉള്ള വരുന്ന കാര്യങ്ങൾ ഈ ചെടി വലിച്ചെടുത്തോളും. മുകളിലിങ്ങനെ മിസ്റ്റായിട്ട് നമ്മൾ അതൊരു പുറത്ത് ബാക്കിൽ മലകളൊക്കെ ആയിട്ട് ഒരു മിസ്റ്റും, അവിടെയും നമ്മൾ ആ മലയുടെ മുകളിൽ ഒരു സ്റ്റോൺസിൻ്റെ മുകളിൽ നമ്മൾ ചെടി വെക്കും. എന്തായാലും എന്തെങ്കിലും ചെടി ബാക്കിലുണ്ടാവും ഇത് വലിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ വരുന്നത് ഒരെണ്ണം റെയിൻ ഫോറസ്റ്റിൻ്റെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ മഴ പെയ്യുന്ന പോലെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ചത്തുപോകാതെ മീനുകളെ സംരക്ഷിക്കുക എന്നതാണ് പാലിഡേറിയത്തിലെ വലിയ വെല്ലുവിളി. ദുബായിലെ സഹോദരന്റെ അടുത്തു നിന്നാണ് മെർലിൻ അക്വാപോണിക്സിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. അത് പാലിഡേറിയത്തിൽ പ്രയോഗിച്ചാണ് വിജയം കണ്ടെത്തിയത്. അവിടെ ദുബായിൽ അത്രയും ചൂടിൽ ചെടിയും മീനും കൂടെ ചെയ്ത് അക്വാപോണിക്സ് അവിടെ ചെയ്തപ്പം അങ്ങനെ പുള്ളിയുടെ അടുത്തു നിന്നാണ് ഇത് പഠിച്ചത് കംപ്ലീറ്റ്. ഇത് എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ആ ഒരു സർക്കുലേഷൻ എന്തല്ല. അത് അക്വാപോണിക്സ് വേറെയാണ്, എന്നാലും ഈ സംഭവം റിലേറ്റഡ് ആണ്. മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളും, അമോണിയ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ വെള്ളത്തിൽ. അപ്പോൾ ഈ അത് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് എഫേർട്ട് കുറയും. മാതാപിതാക്കൾക്കൊപ്പം ബഹ്റിനിലാണ് മെർലിൻ താമസിച്ചിരുന്നത്. അവധിക്കാലത്ത് നാട്ടിലെത്തുമ്പോഴാണ് കൃഷി അടുത്തു പരിചയപ്പെടുക. കോവിഡ് സമയത്ത് മകളുടെ സ്കൂളിൽ നിന്ന് ടെറേറിയം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടതാണ് മെർലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. നാട് വെണ്ണിക്കുളവ്. അപ്പോൾ വെണ്ണിക്കുളത്ത് വന്ന് താമസിക്കും. വീടിൻ്റെ അകത്തിരിക്കില്ല. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പശുവും പിന്നെ കുറേ കൃഷി അങ്ങനത്തെ ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെ എല്ലാം ഞാനിങ്ങനെ നടക്കും. മൂത്ത മോളുടെ സ്കൂളിൽ ഇതുണ്ടായിരുന്നു പ്രോജക്റ്റ്, കോവിഡിൻ്റെ ടൈമിൽ. അപ്പോൾ ആ പ്രോജക്റ്റിന് ടെറേറിയം ചെയ്യാൻ പറഞ്ഞപ്പം ഓക്കെ നോക്കാം, ഒരു ട്രയൽ നോക്കാം. അപ്പോൾ അപ്പോഴും പ്രോബ്ലം ഓപ്പൺ ടെറേറിയം ആയിരുന്നു. കുറച്ച് നാൾ നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തു. അത് കരിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ എന്നാന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. കുറേ പേര് ചെയ്യുന്നത് നോക്കി, യൂട്യൂബിലും ഒക്കെ പലതും വായിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ട് അത് പോകുന്നത്. ടെറേറിയവും പാലിഡേറിയവും നിർമ്മിക്കുന്നതിനും പരിചരിക്കുന്നതിനും നിരവധി വെല്ലുവിളികളുമുണ്ട്. വെള്ളത്തിന്റെ ഗുണമേന്മയാണ് ഇതിൽ ഒന്നാമത്തേത്. പാലിഡേറിയത്തിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് നമ്മൾ കുറച്ച് വെള്ളം ചെടിക്ക് ഒഴിക്കുക, തിരിച്ച് നല്ല വെള്ളം റീപ്ലേസ് ചെയ്യുക. അങ്ങനെ വരുമ്പം വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അതുപോലെ ഇതും നമുക്ക് ടെറേറിയത്തിലും സെയിം പ്രോബ്ലം വരുന്നു. വെള്ളം കൂടാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു വെക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടു തുടങ്ങിയതോടെയാണ് മെർലിൻ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഓരോ വീടുകളിലും പോയി വീട്ടുകാരുടെ ആവശ്യാനുസരണം വലിയ ടെറേറിയങ്ങളും പാലിഡേറിയങ്ങളും ഇപ്പോൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. മക്കളും ഇതിനെല്ലാം മെർലിനെ സഹായിക്കുന്നു. ആൾക്കാരുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അവരുടെ ലൊക്കേഷനിൽ പോയി
അവർക്ക് എത്ര വേണം, അവരുടെ താല്പര്യം. അപ്പോൾ അവിടെ പോയി അവരുടെ മെഷർമെൻറ്റ്സ് എടുത്ത് ഞാൻ തന്നെ ഗ്ലാസ് പോയി എടുത്ത് ഞാൻ തന്നെയാണ് ഈ ഗ്ലാസ് എല്ലാം ഒട്ടിച്ച് ഫ്രം സ്ക്രാച്ച്. മൂത്ത ആൾ ഗ്ലാസ് ഒട്ടിക്കാൻ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആൾ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ആൾ ഈ ഫിഷിൻ്റെയാണ്. ഒക്കെ അത് കറക്റ്റ്. അപ്പോൾ അത് ഡോക്ടറിനെയാണ് വിളിക്കുന്നത് ഫിഷിൻ്റെ കാര്യത്തിൽ. മീനുകളെ സംരക്ഷിക്കുന്നത് ഇളയ മകൾ ഹേബയാണ്. യൂട്യൂബ് നോക്കിയാണ് ഈ മിടുക്കി ഇതെല്ലാം പഠിച്ചത്. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കും. ബ്രീഡ് ചെയ്യും, പിന്നെ വെല്ലം പറ്റിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അത് ചിലപ്പോൾ ചാവാൻ പോകുമ്പോൾ ഞാനത് ഐസൊലേറ്റ് ചെയ്യാൻ പറയും, വേറെ ടാങ്കിലേക്ക് മാറ്റാൻ പറയും. സ്വിം ബ്ലാഡർ ഡിസീസ് ഉണ്ടെങ്കിൽ അത് വേറെ ടാങ്കിലേക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് മെത്തലീൻ ബ്ലൂ ഇടും. മെത്തലീൻ ബ്ലൂ ഇസ് എ മെഡിസിൻ. അത് ഹെൽപ്പ് ചെയ്യും ഈ സ്വിം ബ്ലാഡറൊക്കെ കുറയ്ക്കാൻ. ഫുഡ് ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബ്രീഡിങ് അത് യൂട്യൂബിൽ നിന്ന് പഠിച്ച. ബ്രീഡിങ് അത് 2 ഗോൾഡ് ഫിഷ് ആണെങ്കിൽ 2 മാറ്റി വെച്ചിട്ട് അത് കുറച്ച് നൂലും പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ട് അത് മുട്ടയിടും. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് അത് മാറ്റി കഴിഞ്ഞിട്ട് മേലിന് അത് അതിൻ്റെ അകത്ത് ഇടണം. അതും ഒരു 1 മണിക്കൂർ ഇടണം. ടെറേറിയത്തിന് ചെറിയ ഹൗസസും മഷ്റൂംസ്, ആനിമൽസ്, ഫേക്ക് പ്ലാന്റ്സ് ലൈക്ക് ചെറിയ പ്ലാന്റ്സ് ഒക്കെ, പിന്നെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യും. എയർ ഡ്രൈ ക്ലേ ആണ് ഞാൻ ഉപയോഗിക്കണത്. ടെറേറിയത്തിന് ആവശ്യമായ ചില്ലുപാത്രങ്ങൾ ഒരുക്കാനും മോഡലുകൾ തീരുമാനിക്കാനും കൂടെയുള്ളത് മൂത്ത മകളാണ്. അമ്മ ഗ്ലാസ്സൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ടെറേറിയം വെക്കാനുള്ള ഷെൽഫ്സൊക്കെ അത് അസംബിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അമ്മ എന്നെ പഠിപ്പിക്കണം. വരയ്ക്കണോണ്ട് ഞാൻ അമ്മയ്ക്ക് ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ടെറേറിയം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനുള്ള ഐഡിയാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കൊച്ചിയിലെ വീട്ടിൽ പക്ഷികളെയും മുയലുകളെയും ഒക്കെ മെർലിൻ വളർത്തുന്നുണ്ട്. ഒരു കോർണറിൽ അക്വേറിയം വെച്ചിട്ടുണ്ട്. 2 സൈഡും ബേസും തെർമോക്കോളും, ഫ്രണ്ടിൽ 2 സെക്ഷൻ ഗ്ലാസ് മാത്രം ആയിട്ട് ഞാൻ തന്നെ കുറച്ച് സിമെൻ്റ് ഉണ്ട്, അത് ജോയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആ ടാങ്ക് കെട്ടി 2 റാബിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് 21 വരെ ഞങ്ങൾ എത്തിയത്. അതിങ്ങനെ ഓരോന്ന് സെയിൽ ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 1 year ആയി കോണൂർസ് ഉണ്ട്. രസം അവരുടെ കാണാനായിട്ട്. അപ്പോൾ ഇത്രയും കൂടെ ഒരു 2-3 years കൂടെ കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ നമുക്ക് പറയുന്നതും ഒക്കെ അല്ലെങ്കിൽ സൗണ്ട്സൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഡാൻസൊക്കെ ഉണ്ട്. ഭർത്താവ് അനൂപും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുമെല്ലാം മെർലിനൊപ്പം എല്ലാത്തിനും കൂടെയുണ്ട്. 500 രൂപ മുതലാണ് ടെറേറിയത്തിന്റെ വില. പാലിഡേറിയത്തിന് വില അല്പം കൂടുതലാണ്. ടെറേറിയംസ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് സ്റ്റാർട്ടിങ് വരുന്ന 500 വരും. 500 to നമുക്ക് 4000 വരെ. ഇപ്പോൾ ബാക്കിൽ കാണാവുന്ന ഒരു വലിയ തുറന്നുണ്ട്, അതൊരു 5000 റേഞ്ചിലൊക്കെ വരും. നമുക്ക് അതിനേക്കാളും ഈ പറഞ്ഞ പോലെ വലിയ ടാങ്ക്സിൽ നമുക്ക് ടെറേറിയം സെറ്റ് ചെയ്യാം. 10,000, 15,000 ഏത് റേഞ്ചിൽ വേണേൽ നമുക്ക് ടെറേറിയംസ് ചെയ്യാം. പാലിഡേറിയംസ് ആണെങ്കിൽ അതിനകത്ത് കുറേ പ്ലാന്റ്സ് ആണെങ്കിലും അതിനൊക്കെ എക്സ്പെൻസ് ഇത്തിരി ഉണ്ട്. നമ്മൾ എല്ലാം കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇടുന്നുണ്ട്. 4,000 തൊട്ട് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരെണ്ണം ചെയ്ത് ഓൾമോസ്റ്റ് 20-25,000 ഞാൻ പറഞ്ഞത് നല്ല അത്യാവശ്യം നല്ല വലുതായിരുന്നു. അത് ഒരു 44 ഇഞ്ചിൻ്റെ നീളമുള്ള. ഫ്ലാറ്റ് ജീവിതങ്ങൾ വർദ്ധിച്ചതോടെ പച്ചപ്പ് കാണാൻ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അതിനായി ടെറേറിയങ്ങൾ തേടി വരുന്നവരുണ്ട്. ആർക്കെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ വീട്ടിലുള്ള ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ച് ട്രൈ ചെയ്തിട്ട് വലുതിലോട്ട് പോവാം. കാരണം നമ്മൾ അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യം വലിയ ഇതിലൊക്കെ മേടിച്ച് ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും പ്രശ്നം പറ്റിയ പിന്നെ നമുക്ക് ആ ഒരു പ്രയാസമാണ്. പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് തന്നെ അത് വരും, ചെയ്ത് വരും, നമുക്ക് കുറച്ച് ഐഡിയാസ് തന്നെ വരും. ഇപ്പോൾ ടെറേറിയംസ് ഭയങ്കര ഡിമാൻഡായിട്ട് വരുന്നുണ്ട്. കാരണം അത് നമുക്കിപ്പോൾ ഇപ്പം കുറേ പേര് ഫ്ലാറ്റിൽ താമസിക്കുന്നവരാകുമ്പം ഒരുപാട് ചെടി പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടാകും വലിയ കാടൊക്കെ പോലെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു ചെറിയ ഫോമിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു സന്തോഷമാണ്. ഇതൊരു ലൈറ്റൊക്കെ വെച്ച് വരുമ്പോൾ ഇത് പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കൊച്ചി നഗരത്തിൽ ചെറിയ കാടുകളും പുൽമേടുകളും കാണാൻ കഴിയുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. കിളികളുടെ ഒച്ചയും മുയലുകളെയും ഒക്കെ കൂടെ കൂട്ടി നഗരജീവിതത്തിലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ് മെർലിൻ.
അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.